കുന്നംകുളത്ത് ഉത്സവത്തിനിടെ മുൻ സൈനികനെ മർദ്ദിച്ചതായി പരാതി. ആനയ്ക്കൽ സ്വദേശി നിവേദിനാണ് മർദ്ദനമേറ്റത്. ഗുരുവായൂർ നഗരസഭയിലെ വനിതാ കൌൺസിലർമാരെ വിമർശിച്ച് നടി നവ്യ നായർ. നഗരസഭയുടെ RRR സെന്റർ സ്വാപ്പ് കടയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് നടിയുടെ വിമർശനം. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചന വിവാദം. VA ബാലു ജോലിയിൽ തിരികെ പ്രവേശിച്ചില്ല. അവധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ബാലു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകി. പാലപ്പിള്ളി കുണ്ടായിയിൽ രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ഇറങ്ങി കൊക്കോ കൃഷി നശിപ്പിച്ചു. 125 കൊക്കോ മരങ്ങളാണ് 2 ദിവസങ്ങളിലായി ആനക്കൂട്ടം നശിപ്പിച്ചത്. ഗുരുവായൂർ നഗരസഭയിലെ 74 നമ്പർ അങ്കണവാടിയിലെ കുട്ടികളോട് പച്ചക്കറികൾ കൊണ്ടുവരാൻ ജീവനക്കാർ നിർബന്ധിക്കുന്നതായി പരാതി. ICDCS സൂപ്പർവൈസർ അന്വേഷണം തുടങ്ങി. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് ഉത്സവത്തിനിടെ മുൻ സൈനികനെ മർദ്ദിച്ചതായി പരാതി. ആനയ്ക്കൽ സ്വദേശിയും മുൻ വായുസേന പെറ്റി ഓഫീസറുമായ നിവേദിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ പരിക്കേറ്റ നിവേദിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോർക്കളങ്ങാട് വട്ടിരിങ്ങൽക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. കമ്മിറ്റി അംഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ പിടിച്ചുമാറ്റാനെത്തിയപ്പോഴാണ് നിവേദിന് മർദ്ദനമേറ്റത്. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഇന്നലെ രാത്രി ഒരു 8 മണിക്കും 8:30 ഇടയിലാണ് സംഭവം ഉണ്ടായത്. ഞങ്ങൾ ചീരംകുളം ദേശം എന്ന് പേരിട്ടുള്ള ഒരു പൂരാക്ഷ കമ്മിറ്റിയുടെ ആദ്യത്തെ തവണത്തെ പൂരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൂരം നടക്കിൽ കൊട്ടുന്നതിന് വേണ്ടിയിട്ട് കയറുന്ന സമയത്ത് തന്നെ അവർ സമയം കഴിഞ്ഞിട്ടും കുറച്ച് പേർ അവിടെ നിൽക്കുകയും ഞങ്ങളുടെ ടീമിലുള്ള ആളുകളുടെ അടുത്ത് ഒരു വഴക്കുണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളുണ്ടായി. ആ സമയത്ത് പോലീസുകാർ അവരെ തല്ലി ഓടിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഗുരുവായൂർ നഗരസഭയിലെ വനിതാ കൌൺസിലർമാരെ വിമർശിച്ച് നടി നവ്യ നായർ. നഗരസഭയുടെ RRR സെന്റർ സ്വാപ്പ് കടയുടെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് കൌൺസിലർമാർക്കെതിരെ നഗരസഭയുടെ ശുചിത്വ അംബാസഡർ കൂടിയായ നവ്യ നായരുടെ വിമർശനം. നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, വാർഡ് കൌൺസിലർ സിന്ധു ഉണ്ണി എന്നിവരാണ് വേദിയിലുണ്ടായിരുന്നത്. RRR എന്നാൽ എന്താണെന്ന് നടി ഇവരോട് ചോദിച്ചു. ഇവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ നവ്യ നായർ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. RRR എന്താണെന്ന് അറിയില്ലെങ്കിലും ഇവർ പരിപാടിക്ക് വന്നിട്ടുണ്ട്. ഇനി മുതൽ അതുണ്ടാകില്ല. മൈക്കിൽ പറയുന്നതുകൊണ്ട് ഇനി എന്ത് പരിപാടിയുണ്ടെങ്കിലും അവർ അതേക്കുറിച്ച് പഠിച്ചു വരുമെന്നും നവ്യ നായർ പറഞ്ഞു. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നതാണ് RRR കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അവർ വിശദീകരിച്ചു. RRR എന്താന്ന് ഞാൻ സാറിനോടല്ല ബാക്കി സ്ത്രീകളോടൊക്കെ ചോദിച്ചു. അവർക്ക് RRR എന്താന്ന് അറിയില്ല. പക്ഷെ പരിപാടിക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ RRR എന്താന്ന് അറിയില്ല. പക്ഷെ ഇനി മുതൽ അത് ഉണ്ടാവില്ല. കാരണം ഞാൻ അത് മൈക്കിൽ പറഞ്ഞുകൊണ്ട് ഇനി മുതൽ എന്തുണ്ടെങ്കിലും അവർ പഠിച്ചിരിക്കും. അപ്പൊ RRR എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. താൻ ശുചിത്വ അംബാസഡർ ആയിരിക്കെ തുടർച്ചയായി 2 തവണ സ്വരാജ് പുരസ്കാരം നേടാൻ ഗുരുവായൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും നവ്യ പറഞ്ഞു. നഗരസഭയുടെ ബയോപാർക്കിൽ 40 ലക്ഷം രൂപ ചെലവിട്ട് പണിത കെട്ടിടത്തിലാണ് കൈമാറ്റക്കട പ്രവർത്തിക്കുന്നത്. വലിച്ചെറിയപ്പെടുന്ന വസ്തുക്കളുടെ പുനരുപയോഗം സാധ്യമാക്കി മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈമാറ്റക്കട പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉപയോഗിക്കാത്ത വസ്തുക്കൾ കൈമാറ്റക്കടയിലെത്തിക്കാനും ആവശ്യക്കാർക്ക് സൗജന്യമായി വാങ്ങിക്കാനും സൗകര്യമുണ്ട്. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിട്ട തിരുവനന്തപുരം ആര്യനാട് സ്വദേശി VA ബാലു ജോലിയിൽ തിരികെ പ്രവേശിച്ചില്ല. അവധി നീട്ടിച്ചോദിച്ച് ബാലു ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകി. 15 ദിവസത്തേക്കാണ് അവധി നീട്ടിച്ചോദിച്ചത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ യാത്ര ചെയ്യാൻ കഴിയില്ലെന്നാണ് കത്തിൽ പറയുന്നത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സഹിതം നൽകിയാണ് ബാലു അവധി നീട്ടിച്ചോദിച്ച് കത്ത് നൽകിയത്. മാനേജ്മെന്റ് കമ്മിറ്റി യോഗം കൂടിയതിനു ശേഷം തീരുമാനമെടുക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. VA ബാലുവിന്റെ അവധി ഞായറാഴ്ച അവസാനിച്ചിരുന്നു. തിങ്കളാഴ്ച ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് അവധി നീട്ടിച്ചോദിച്ച് കത്ത് നൽകിയത്. തന്ത്രിമാരുടെ പരാതിയെ തുടർന്ന് കഴകക്കാരനായി നിയമിച്ച ബാലുവിനെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റുകയായിരുന്നു. പാലപ്പിള്ളി കുണ്ടായിയിൽ രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടമിറങ്ങി കൊക്കോ കൃഷി നശിപ്പിച്ചു. കണ്ണമ്പുഴ വർഗീസിന്റെ പറമ്പിലെ 125 കൊക്കോ മരങ്ങളാണ് 2 ദിവസങ്ങളിലായി ആനക്കൂട്ടം നശിപ്പിച്ചത്. വിളവെടുത്ത് തുടങ്ങിയ മരങ്ങൾ നശിച്ചതോടെ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. കുണ്ടായിയിലെ വീട് പ്രളയത്തിൽ തകർന്നതോടെ വർഗീസ് കോടാലി മോനൊടിയിലാണ് താമസിക്കുന്നത്.
പകൽ സമയത്ത് പറമ്പിൽ ഷെഡ് കെട്ടിയാണ് വർഗീസും കുടുംബവും കൃഷി പരിപാലിച്ചു വരുന്നത്. ആനശല്യം രൂക്ഷമായതോടെ രാത്രികാലങ്ങളിൽ ഇവിടെ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പുഴയോട് ചേർന്നുള്ള പറമ്പിലേക്ക് പുഴ കടന്നാണ് ആനകൾ എത്തുന്നത്. പറമ്പിലെ ഭൂരിഭാഗം കൊക്കോ മരങ്ങളും നശിച്ചതോടെ ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നേരിട്ടത്. ജനവാസ മേഖലയിൽ മാസങ്ങളായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം പ്രദേശത്ത് വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചിട്ടും വനപാലകർ വേണ്ടത്ര നടപടികൾ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കാർഷിക വിളകൾ നശിച്ച് കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ വനം വകുപ്പ് ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭയിലെ 74 നമ്പർ അങ്കണവാടിയിലെ കുട്ടികളോട് പച്ചക്കറികൾ കൊണ്ടുവരാൻ ജീവനക്കാർ നിർബന്ധിക്കുന്നതായി പരാതി. ജീവനക്കാരുടെ ഭീഷണി ഭയന്ന് രക്ഷിതാക്കൾ കുട്ടികളെ അങ്കണവാടിയിലേക്ക് അയക്കാൻ മടിച്ച് മമ്മിയൂർ നരേങ്ങത്ത് പറമ്പിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിക്കെതിരെയാണ് രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 18 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. കുട്ടികൾക്കാവശ്യമായ പാൽ, കോഴിമുട്ട, പച്ചക്കറികൾ എന്നിവ വീടുകളിൽ നിന്ന് കൊണ്ടുവരണമെന്നാണ് ജീവനക്കാർ നിർബന്ധം പിടിക്കുന്നത്. ഓരോ കുട്ടിയും കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ വിവരങ്ങൾ മാസങ്ങളായി വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട്. സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തതിനാൽ രക്ഷിതാക്കൾ സഹകരിക്കണം എന്നായിരുന്നു ജീവനക്കാരുടെ അഭ്യർത്ഥന. ആദ്യമൊക്കെ രക്ഷിതാക്കൾ സഹകരിച്ചു. സഹകരിക്കാത്ത രക്ഷിതാക്കളെ പിന്നീട് നിർബന്ധിക്കാൻ തുടങ്ങി. പിന്നീട് ഭീഷണിയുടെ സ്വരവുമായി. സുഖമില്ലാതെ അവധിയെടുത്ത കുട്ടിയുടെ രക്ഷിതാവിനോട് കോഴിമുട്ട എത്തിക്കാൻ നിർബന്ധിച്ചതോടെ എതിർത്തു. രക്ഷിതാക്കൾ സംഘടിച്ചതോടെ അങ്കണവാടി ജീവനക്കാരുടെ കള്ളക്കളി പുറത്തായി. സംഭവത്തെക്കുറിച്ച് രക്ഷിതാക്കൾ CDPOയ്ക്ക് പരാതി നൽകി. ഇതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ICDS സൂപ്പർവൈസറെ ചുമതലപ്പെടുത്തിയതായി CDPO M. നസീമ അറിയിച്ചു. കേന്ദ്ര സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് LDF കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷനായി. KG ശിവാനന്ദൻ, KV വസന്തകുമാർ, MR അപ്പുകുട്ടൻ, ഡേവിസ് കണ്ണമ്പിള്ളി, ബിനിൽ പ്രതാപൻ, CC വിപിൻ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ LDF പ്രവർത്തകർ പുതുക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. LDF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, TA രാമകൃഷ്ണൻ, ജോർജ് താഴേക്കാടൻ, രാഘവൻ മുളങ്ങാടൻ, അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി എന്നിവർ സംസാരിച്ചു. മോദി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചേർപ്പ് തായംകുടങ്ങരയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. BSNL ഓഫീസിന് മുന്നിൽ നടന്ന ധർണ മുൻ മന്ത്രിയും CPI സംസ്ഥാന കൌൺസിൽ അംഗവുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ഘടകകക്ഷി നേതാക്കളായ UK ഗോപാലൻ, PR വർഗീസ്, MK വസന്തൻ, ഷീല വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആ ബഡ്ജറ്റ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? അതിൽ കേന്ദ്ര ഗവൺമെന്റ് നികുതി ഇനത്തിൽ നമുക്ക് നൽകേണ്ട പണം എത്രയാണ്? കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ LDF ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നിന്ന് പ്രകടനം ആരംഭിച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം C. സുമേഷ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, ജനതാദൾ നേതാവ് M. മോഹൻദാസ്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NK സുബ്രഹ്മണ്യൻ, LDF മണ്ഡലം കൺവീനർ PK സെയ്താലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. LDF വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. JDS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ധർണ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ അധ്യക്ഷനായി. CPI വടക്കാഞ്ചേരി ലോക്കൽ സെക്രട്ടറി MU കബീർ, CPM ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ്, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് CD ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവ ബലി ദർശനത്തിന് ആയിരങ്ങളെത്തി.
പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് ഉത്സവബലി ചടങ്ങുകൾ ആരംഭിച്ചത്. സപ്തമാതൃകൾക്ക് ഹവിസ് തൂവി പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് നാരായണ നാമജപത്തോടെ അന്തരീക്ഷം ഭക്തിസാന്ദ്രമായി. ഹവിസ് തൂവിയതോടെ നാലമ്പലത്തിനകത്ത് തെക്ക് ഭാഗത്ത് സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച ഗുരുവായൂരപ്പനെ ദർശിക്കാനും ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. നാലമ്പലത്തിന് പുറത്ത് വലിയ ബലിക്കല്ലിലും ധ്വജദേവതകൾക്കും പരിപാലകർക്കും ഹവിസ് തൂകി. ക്ഷേത്രപാലകന് ഹവിസ് തൂവിയതോടെ ചടങ്ങ് പൂർത്തിയായി. തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. 6 മണിക്കൂറോളം ചടങ്ങുകൾ നീണ്ടുനിന്നു. ഓരോ ദേവതകൾക്കും ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പിന്റെ സാന്നിധ്യത്തിലാണ് ഹവിസ് സമർപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്ര മതിൽക്കകം വിട്ട് പുറത്തിറങ്ങുന്ന ഭഗവാനെ സ്വീകരിക്കാൻ ഗുരുഭവനപുരി ഒരുങ്ങി. പള്ളിവേട്ട, ആറാട്ട് എന്നീ ചടങ്ങുകൾക്ക് മുന്നോടിയായി ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി പ്രദക്ഷിണത്തിന് ഇറങ്ങുന്ന ഭഗവാനെ സ്വീകരിക്കാനാണ് ഒരുക്കങ്ങൾ നടത്തുന്നത്. വീഥി വിതാനം, വൈദ്യുതാലങ്കാരം, കമാനം, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. 4 നടകളിലെയും വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളും വിവിധ സംഘടനകളും മത്സരബുദ്ധിയോടെയാണ് വീഥി വിതാനം ഒരുക്കുന്നത്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും വൈദ്യുത ദീപപ്രഭയിൽ മുങ്ങി നിൽക്കുകയാണ്. ക്ഷേത്രത്തിന്റെ 4 നടകളിലെയും ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളും അലങ്കൃതമായി കഴിഞ്ഞു. റോഡരികിലും മറ്റും ദേവീദേവന്മാരുടെ അടക്കമുള്ള വിവിധ രൂപങ്ങളും തീർത്തിട്ടുണ്ട്. കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും ദീപാലങ്കൃതമായ നിലപ്പന്തലുകളും ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന തിരുവാതിരക്കളി സമാപിച്ചു. ഇത്തവണ തിരുവാതിരക്കളിയിൽ പങ്കെടുത്ത സംഘങ്ങളുടെ എണ്ണം റെക്കോർഡായി. കണ്ണന് മുന്നിൽ നൃത്താർച്ചനയ്ക്കായി തിരുവാതിരക്കളി സംഘങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോഴാണ് ദേവസ്വം ഇതിനായി പ്രത്യേകം വേദിയൊരുക്കിയത്. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ ചെന്നൈ, ബംഗളൂരു, മുംബൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗനമാരും ഇത്തവണ കണ്ണന് മുന്നിൽ കൈകൊട്ടി കളിക്കാനെത്തി. 650 വനിതാ സംഘങ്ങളാണ് ഇത്തവണ തിരുവാതിരക്കളി അവതരിപ്പിച്ചത്. തിരുവാതിരക്കളി അവതരിപ്പിച്ച സംഘങ്ങൾക്ക് ദേവസ്വം ഉപഹാരവും സർട്ടിഫിക്കറ്റും നൽകി. കർഷകന്റെ നെല്ല് മില്ലുടമകൾ സംഭരിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് പരാതി. കാറളം വെള്ളാനി സ്വദേശി കണ്ടംകുളത്തി രാജന്റെ നെല്ലാണ് മില്ലുടമകൾ സംഭരിക്കാത്തത്. 6 ടണ്ണോളം നെല്ലാണ് സംഭരിക്കാത്തതിനെ തുടർന്ന് കെട്ടിക്കിടക്കുന്നത്. പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് രാജൻ കൃഷി ചെയ്തത്. സമിതിയിലെ അംഗവുമായി ഉണ്ടായ തർക്കമാണ് ഉടമകൾ നെല്ല് സംഭരിക്കാത്തതിന് കാരണമെന്ന് രാജൻ പറയുന്നു. പാടശേഖരത്തിലെ 8ഓളം കർഷകരുടെ നെല്ല് മില്ലുടമകൾ സംഭരിച്ചെങ്കിലും രാജന്റെ നെല്ല് മാത്രം ഒഴിവാക്കുകയായിരുന്നു. സപ്ലൈ വകുപ്പിന് രാജൻ പരാതി നൽകുമെന്നും പരിഹാരമായി ഇല്ലെങ്കിൽ നെല്ലിന് മുകളിൽ നിരാഹാര സമരം നടത്തുമെന്നും രാജൻ പറഞ്ഞു. അവർ നെല്ലെടുക്കണില്ല. കമ്പനിക്കാർ വന്നിട്ട് പറഞ്ഞു ഈ നെല്ല് ഞങ്ങൾ എടുക്കില്ല എന്ന്. അതിന് കാരണം ചോദിച്ചിട്ട് അവരൊന്നും പറയില്ല. എന്താണ്, ഈർപ്പാണോ, എന്താ പ്രശ്നം എന്നുള്ളത് ഇതേവരെ അവർ പറഞ്ഞിട്ടില്ല. കമ്പി വെടികൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേരെ ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഈസ്റ്റ് കോമ്പാറ സ്വദേശി കുഴിക്കണ്ടത്തിൽ വീട്ടിൽ ഷെരീഫ്, ചാലാമ്പാടം സ്വദേശി വെള്ളക്കനാടൻ വീട്ടിൽ സോണി എന്നിവരെയാണ് ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിഞ്ഞാലക്കുട കോലോത്തുംപടിയിൽ തെക്കേടത്ത് വീട്ടിൽ ഹരിദാസിനെ കഴിഞ്ഞ ദിവസം രാത്രി കമ്പിവെടി കൊണ്ട് ആക്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. ഹരിദാസ് സോണിയെ അസഭ്യം പറഞ്ഞതിലുള്ള വൈരാഗ്യത്താലാണ് ആക്രമണം. മുനിക്കക്കടവ് ഹാർബറിൽ നിന്ന് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പ് രക്ഷപ്പെടുത്തി. തൃശൂർ മുനിക്കക്കടവ് സ്വദേശി ചോപ്പൻ വീട്ടിൽ മൊയ്തീൻ ഷായുടെ ഉടമസ്ഥതയിലുള്ള നഫീസത്തുൽ മിസ്രിയ എന്ന ബോട്ടും 7 മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, ER ഷിനിൽ കുമാർ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധന യാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന ബോട്ടുകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഈ ആഴ്ചയിൽ തന്നെ 4ാമത്തെ ബോട്ടാണ് കടലിൽ അകപ്പെടുന്നത്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ യുവാവ് പാലക്കാട് നെന്മാറയിൽ കുളത്തിൽ മുങ്ങി മരിച്ചു. അഴീക്കോട് കുട്ടിക്കൽ കണിച്ചായി മോഹനൻ മകൻ കണ്ണനാണ് മരിച്ചത്. ഞായറാഴ്ചയായിരുന്നു അപകടം. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ കണ്ണൻ നെന്മാറയിൽ ജോലിക്ക് പോയതായിരുന്നു. ഒഴിവ് ദിവസം സുഹൃത്തുക്കളോടൊപ്പം കുളത്തിൽ നീന്തുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. കിണറിലെ ജലവിതാനം താഴ്ന്നതിനെ തുടർന്ന് പമ്പിംഗ് അവതാളത്തിലായ കൊടുങ്ങയിലെ ചീരക്കാട് നായാട്ടുകുണ്ട് കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി.
സമീപത്തെ തോട്ടിൽ നിന്ന് കുടിവെള്ള പദ്ധതിയുടെ കിണറിനു സമീപത്തേക്ക് നിർമ്മിച്ചിരിക്കുന്ന കാന വീതിയും ആഴവും കൂട്ടി നവീകരിച്ചാണ് പമ്പിങ്ങിനാവശ്യമായ തോതിൽ ജലവിധാനം ഉയർത്താനുള്ള പണികൾക്ക് തുടക്കം കുറിച്ചത്. ജനങ്ങളുടെ ദുരിതം പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ സജീവ് കുമാർ പൈങ്കയിൽ മറ്റത്തൂർ പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് വാർഡംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ VS നിജിൽ മുൻകൈയെടുത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ നിയോഗിച്ച് കാന നവീകരിക്കുന്നത്. കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ് നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 9ാം ദിവസം പിന്നിട്ടു. 9ാം ദിവസം കലാമണ്ഡലം യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഇടത് യൂണിയൻ പ്രകടനമായി സമരപ്പന്തലിൽ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. യൂണിയൻ പ്രസിഡന്റ് കലാമണ്ഡലം M ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം P കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വാദ്യ തനിയാവർത്തനത്തോടെ കലാപരിപാടികൾ നടത്തി. യൂണിയൻ ജനറൽ സെക്രട്ടറി കലാമണ്ഡലം S ഗോപകുമാരന്റെ നേതൃത്വത്തിൽ ചിറ്റമ്മ ചരിതം ഹാസ്യ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃക്കൂർ പഞ്ചായത്തിലെ ആശാവർക്കർമാർ കല്ലൂർ പാലക്കപ്പറമ്പ് സെന്ററിൽ ഉപവാസ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ശൈലജ, സന്ദീപ്, സുനിൽ മുളങ്ങാട്ടുകര, സൈമൺ നമ്പാടൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലുവാമല CPI ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനം നടന്നു. CPI മുതിർന്ന നേതാവ് ആൻഡ്രൂസ് തിരുവല്ലുവാമല ചുങ്കം സെന്ററിൽ പതാക ഉയർത്തി. CPI തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. MR സോമനാരായണൻ, അരുൺ കാളിയത്ത്, P ശ്രീകുമാരൻ, ശ്രീജ സത്യൻ, KR സത്യൻ, മധു ആനന്ദ്, സിന്ധു സുരേഷ്, സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ സ്വദേശിയും മാധ്യമപ്രവർത്തകനുമായ VS സനോജ് കഥയെഴുതി സംവിധാനം ചെയ്ത അരിക് എന്ന സിനിമയുടെ പ്രദർശനം കേച്ചേരി സവിത തിയേറ്ററിൽ നടന്നു. വേലൂർ ഫിലിം സൊസൈറ്റിയാണ് പ്രദർശനം ഒരുക്കിയത്. പുരോഗമന ചിന്താഗതിക്കാരും അഭ്യസ്ത വിദ്യരുമെന്നും അവകാശപ്പെടുമ്പോഴും മലയാളികളുടെ മനസ്സിൽ നിന്നും വേറിട്ടു പോകാത്ത ജാതി ചിന്തയും വിവേചനവും തുറന്നു കാണിക്കുന്ന സിനിമയാണ് അരിക്. നിങ്ങളുടെ ഓരോ ആളുകളും ഓരോ പേരും. സമൂഹത്തിലെ ഉയർന്ന പദവികൾ അലങ്കരിക്കുമ്പോഴും അവരെ ജാതിയുടെയും വർണ്ണത്തിന്റെയും പേരിൽ അവജ്ഞയോടെ നോക്കിക്കാണുന്ന വർണ്ണവെറിയന്മാർക്കുള്ള ശക്തമായ പ്രഹരമായി സിനിമ മാറുന്നുണ്ട്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ദിനംപ്രതി ദളിതർക്ക് നേരെ നടക്കുന്ന ക്രൂരമായ പീഡനങ്ങളും ജാതി കൊലകളുടെ ഭീകരതയും പ്രതിഷേധത്തോടെ നോക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ കപട പുരോഗമനവാദികളെയും സിനിമ തുറന്നുകാട്ടുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇടപെടലുകളിലൂടെ കേരളത്തിന് ലഭിച്ച സാമൂഹിക സാംസ്കാരിക നേട്ടങ്ങളും പിന്നോക്ക വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യവും ഉന്നമനവും ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിലും ദളിതർ കരുത്ത് നേടി ഇനിയും മുന്നോട്ടു പോകേണ്ടതുണ്ട് എന്ന് സിനിമ ഓർമ്മപ്പെടുത്തുന്നു. പ്രശസ്ത സിനിമാ താരങ്ങളായ ഇർഷാദ്, ഷെന്തിൽ കൃഷ്ണ, റോണി ഡേവിഡ്, ആർട്ടിസ്റ്റുകളായ പ്രശോഭ് വേലൂർ, ധന്യ, അനന്യ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ നല്ല എരിവുള്ള പോത്തിറച്ചി ഉണ്ടാക്കുന്ന പോലെയും കവിത ഉണ്ടാക്കാം. ജെറുസലേമിൽ ജനിച്ച ഞങ്ങളുടെ തമ്പുരാനിലടാ ഒറ്റയടിക്ക് നിങ്ങളൊക്കെ ജമ്മു കാശ്മീരിൽ എത്തിച്ചേ. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഷെന്തിൽ കൃഷ്ണ വേഷമിട്ട കമ്മ്യൂണിസ്റ്റുകാരനായ കോരനിലൂടെയാണ് 3 കാലഘട്ടങ്ങളിലെ കഥ പറയുന്നത്. ഷെന്തിൽ കൃഷ്ണയുടെയും ഇർഷാദിന്റെയും അഭിനയ മികവ് പ്രശംസനീയമാണ്. സംവിധായകൻ സനോജ്, നടന്മാരായ ഷെന്തിൽ കൃഷ്ണ, പ്രശോഭ് വേലൂർ തുടങ്ങിയവർ പ്രദർശനം കാണാൻ തിയേറ്ററിലെത്തി. നിങ്ങളുടെ ചുറ്റുപാടിൽ നടക്കുന്ന ഇവിടത്തെ ഒരാളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിരുന്നത് ഇവിടത്തെ സ്ലാങ് ആണ്, നിങ്ങൾ സംസാരിക്കുന്ന തൃശ്ശൂർ ശൈലി. അത് കോരൻ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടോ? ഞാനൊരു തിരുവനന്തപുരംകാരനാണ്. 3 കാലഘട്ടവും 3 ഏജും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ നമ്മൾ സംസാരിക്കുന്ന ശൈലിയിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണമായിരുന്നു. അപ്പൊ അതിന് സനോജേട്ടൻ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും പിന്നെ കുറെ ആൾക്കാരെ ഞാനിങ്ങനെ നിരീക്ഷിച്ച് അങ്ങനെ എല്ലാം കൂടെ ഒത്തു വന്നു എന്ന് വിചാരിക്കുന്നു. വേലൂർ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് CF രാജു, സെക്രട്ടറി സകീഷ് മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി.
കൊടുങ്ങല്ലൂർ നഗരസഭ 37-ാം വാർഡിൽ ലഹരിക്കെതിരെ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ ജ്യോതി ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ SHO BK അരുൺകുമാർ, വാർഡ് വികസന സമിതി കൺവീനർ പ്രജീഷ് ചള്ളിയിൽ, CDS അംഗം ഷൈന പ്രദീപ് എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി രാഷ്ട്രീയ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് കുന്നംകുളം രാമപുരത്ത് ജനങ്ങൾ ഒരുമിച്ചിറങ്ങി. ലഹരി വിരുദ്ധ സമിതി രൂപീകരണ യോഗത്തിൽ കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. VK ബാബുരാജ്, KA അനിൽകുമാർ, ഗഫൂർ ഹാജി, TV പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഏപ്രിൽ 3 വൈകിട്ട് എല്ലാ കുടുംബങ്ങളെയും ഉൾക്കൊള്ളിച്ച് ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണവും നടത്താൻ യോഗം തീരുമാനിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടമായ ഗ്രില്ല് തുറന്നിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് CPM പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഏരിയ കമ്മിറ്റി അംഗം PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞുകുട്ടൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി KR വിജയമ്മ, പഞ്ചായത്ത് അംഗം PV രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത കാറ്റിനെ തുടർന്ന് തീക്കനൽ ചൂടുകൊണ്ട് ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകൾ കത്തിനശിച്ചു. പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളം അയ്യപ്പൻ എഴുത്തച്ഛൻ പടിക്ക് സമീപം പഴയ ആസിഡ് കമ്പനി ഗോഡൌണിൽ ആണ് തീക്കനലിൽ ചൂടിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകൾക്ക് തീപിടിച്ചത്. ഷൊർണൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. കുപ്രസിദ്ധ ഗുണ്ട തൊട്ടിപ്പാൾ രാപ്പാൾ പള്ളം സ്വദേശി കല്ലയിൽ വീട്ടിൽ തക്കുടു എന്ന അനീഷിനെ കാപ്പ ചുമത്തി നാടുകടത്തി. 1 വർഷത്തേക്കാണ് ഇയാളെ പുതുക്കാട് പോലീസ് നാടുകടത്തിയത്. 3 കൊലപാതകം, 1 വധശ്രമം ഉൾപ്പെടെ 12ഓളം കേസുകളിൽ പ്രതിയാണ്. റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കുന്നംകുളം ഭദ്രാസനത്തിലെ അഖില മലങ്കര പ്രാർത്ഥനാ യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ എരുമപ്പെട്ടി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ നോമ്പുകാല പ്രാർത്ഥനാ യോഗം നടന്നു. കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് അധ്യക്ഷനായി. അഖില മലങ്കര പ്രാർത്ഥനാ യോഗം പ്രസിഡന്റ് മാത്യൂസ് മാർ തേവോദോസിയോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ സോളമൻ, ഫാദർ യാക്കോബ്, വികാരി ഫാദർ ബെഞ്ചമിൻ, പ്രാർത്ഥനായോഗം കുന്നംകുളം വൈസ് പ്രസിഡന്റ് ഫാദർ കുര്യാക്കോസ് ജോൺസൺ, ജനറൽ സെക്രട്ടറി CI കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. സോളാർ ഊർജ്ജ മേഖലയിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായ സംഗ്ലോ എനർജി സൊല്യൂഷൻസിന്റെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് പോട്ടൂർ തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. സംഗ്ലോ എനർജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ TP ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. കോലഴി പഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ ബീന രാധാകൃഷ്ണൻ, BJP കൈപ്പറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ബിനീഷ് ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. സംഗ്ലോ എനർജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ജ്യോതി മേനോൻ നന്ദി രേഖപ്പെടുത്തി. 2016 തുടക്കം കുറിച്ച സംഗ്ലോ എനർജി സൊല്യൂഷൻസ് കേരളത്തിൽ ഇതിനകം 2000-ലധികം സോളാർ പ്ലാന്റുകൾ വിജയകരമായി സ്ഥാപിച്ച് പുതിയ തലത്തിലേക്ക് കടക്കുന്നു. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകാനും സാങ്കേതിക നവീകരണങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനും പുതിയ കോർപ്പറേറ്റ് ഓഫീസ് സഹായിക്കുമെന്ന് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ TP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8210 രൂപ, പവന് 65,680 രൂപ. വെള്ളി ഗ്രാമിന് 111 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3473 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളത്ത് ഉത്സവത്തിനിടെ മുൻ സൈനികരെ മർദ്ദിച്ചതായി പരാതി. ആനിക്കൽ സ്വദേശി നിവേദിനാണ് മർദ്ദനമേറ്റത്. ഗുരുവായൂർ നഗരസഭയിലെ വനിതാ കൌൺസിലർമാരെ വിമർശിച്ച് നടി നവ്യ നായർ. നഗരസഭയുടെ RRR സെന്റർ സ്വാപ്പ് കടയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് നടിയുടെ വിമർശനം. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചന വിവാദം. VA ബാലു ജോലിയിൽ തിരികെ പ്രവേശിച്ചില്ല. അവധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ബാലു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകി. പാലപ്പള്ളി കുണ്ടായിയിൽ 2ാം ദിവസവും കാട്ടാനക്കൂട്ടമിറങ്ങി കൊക്കോ കൃഷി നശിപ്പിച്ചു. 125 കൊക്കോ മരങ്ങളാണ് 2 ദിവസങ്ങളിലായി ആനക്കൂട്ടം നശിപ്പിച്ചത്. ഗുരുവായൂർ നഗരസഭയിലെ 74ാം നമ്പർ അങ്കണവാടിയിൽ കുട്ടികളോട് പച്ചക്കറികൾ കൊണ്ടുവരാൻ ജീവനക്കാർ നിർബന്ധിക്കുന്നതായി പരാതി. ICDS സൂപ്പർവൈസർ അന്വേഷണം തുടങ്ങി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.